അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിൽ പോലും ചിരിയുടെ കഷ്ണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ചിരിക്കൊപ്പം ചിന്തകളുടെ വാക്കുചിത്രങ്ങളുണ്ടായി. അങ്ങനെ ശ്രീനിവാസൻ നമ്മ വിട്ട് യാത്രയാവുമ്പോഴേക്കും മലയാളിക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിസ്മരിക്കാനാവില്ല. ഒരു നീണ്ട 48 വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമാ ചരിത്രം, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം, അദ്ദേഹത്തിന്റെ തൂലിക, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അതൊക്കെ മലയാളിയുടെ മനസ്സിലെങ്ങും വളരെ സൂര്യശോഭയോടുകൂടി തന്നെ തെളിഞ്ഞു നിൽക്കും. അതാണ് ശ്രീനിവാസന് പകരം ശ്രീനിവാസൻ മാത്രമെന്ന് പറയാൻ. അദ്ദേഹത്തിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി കാത്തിരുന്ന നാള് ഒരിക്കൽ പോലും തിരക്കഥ രചന ഒരു വ്യവസായമായിട്ടോ അല്ലെങ്കിൽ തിരക്കഥയിലൂടെ കൂടുതൽ തിരക്കഥകൾ എഴുതി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനോ ഒന്നും അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്കും വർഷങ്ങളോളം കാത്തിരുന്ന സംവിധായകർ, അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് വേണ്ടി കാത്തിരുന്ന നടന്മാരില്ല. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചിരിക്കൂട്ട് സമ്മാനിച്ചത് മോഹൻലാലും ശ്രീനിവാസനും ചേരുന്ന കഥാപാത്രങ്ങളായി. അത് ഏത് സിനിമയിലെ കഥാപാത്രം എടുത്തു നോക്കിയാലും അത്ര തന്നെ വളരെ എടുത്തു പറയേണ്ടി വരും. ഈ നമ്മൾ പറഞ്ഞു വരുന്ന ഈ അദ്ദേഹത്തിന്റെ അതിചിത്രമായ ഓർഡർ ദമ്മാവ, ആളറിയാവുന്ന സിനിമയിൽ തുടങ്ങി ഹാസ്യത്തിന്റെയും ആ ചിരിയുടെ ഒരു മാനപ്പടക്കമായിരുന്നു ആ പിന്നീട് ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനടൻ ആ തിരക്കഥാകത്ത് മലയാളിക്ക് സംഭാവന. ആ യാത്രക്കിടയിൽ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുവാൻ സംവിധായകനായ സത്യനന്ദിക്കാടും ഒപ്പം കമലും അതുകൂടാതെ ഈ മോഹൻലാൽ എന്ന നടനും ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിന്റെ ഒരു നഷ്ടം, അതിനും ഇനി ശ്രീനിവാസനപ്പുറം ഇത്തരത്തിൽ ഒരു നടനെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ വിരളം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണ മലയാളി എപ്പോഴും കാണുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനായി. ഇതിനായി തുടരുക. ഇപ്പോൾ സംവിധായകൻ വിജി തമ്പി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇപ്പോൾ മലയാളത്തിന്റെ ബഹുമുഖ പ്രതിഭയാണ് നമ്മളെ വിട്ട് പോയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ കണ്ണനാടുള്ള വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നടനും സംവിധായകനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ അടക്കം അദ്ദേഹത്തോടൊപ്പം മൃതദേഹത്തിനോടൊപ്പം ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ആശുപത്രിയിലടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിൽ നിന്നും എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുകയുണ്ടാവുക. ഇപ്പോൾ നടൻ ശ്രീനിവാസൻ്റെ മരണത്തിൽ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ച നടനുമാണ് ശ്രീനിവാസനുമായി ആത്മബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും 1968 മുതൽ അടുത്ത സ്നേഹബന്ധമുണ്ടായിരുന്നു എന്നതുമാണ് ഗോകുലം ഗോപാലൻ നടൻ ശ്രീനിവാസൻ്റെ വിയോഗത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ണനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ണൂരിലേക്കടക്കം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് സംസ്കാരമടക്കമുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇതിന് ശേഷമായിരിക്കും, വരും മണിക്കൂറുകളിലായിരിക്കും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 1 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി അടക്കം തൃപ്പൂണിത്തുറയിലെത്തിയ അദ്ദേഹത്തിന് അന്തിമ ഇപ്പോൾ പ്രമുഖ സംവിധായകനായ കെ പി കുമാരൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇപ്പോൾ ഈ ശ്രീനിവാസന്റെ മരണത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീനിവാസൻ എനിക്ക് വലിയ അടുപ്പമുള്ള ആളായിരുന്നു. ഞങ്ങൾ നാട്ടുകാരാണ്. പക്ഷെ ആദ്യത്തെ പടങ്ങളുടെ കാലത്ത് എന്നോട്ട് പരിചയപ്പെട്ടിരുന്നു. എൻ്റെ 3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 3 സിനിമകളും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രുക്മിണി, പാട്ടിലെ പാട്ട്, ആകാശഗോപുരം,
ഈ 3 സിനിമ ആകാശ് പോലും ലണ്ടനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് നിരന്തരം കാണാറൊന്നുമില്ലെങ്കിൽ പോലും ശ്രീനിവാസുമായിട്ട് ഞങ്ങൾ പരസ്പരം നല്ലൊരു ബ്രദർലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന എൻ്റെ വിചാരം. വലിയ നഷ്ടമാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പേഴ്സണും ആക്ടറും ഒക്കെ ആയിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗത്തും തിരക്കഥയിലും സംവിധാനത്തിലൊക്കെ അദ്ദേഹം പ്രാഗൽഭ്യം കാണിച്ചു. വലിയ വിജയമായിരുന്നു ശ്രീനിവാസൻ. സിനിമാ രംഗത്ത് ഇതുപോലെ ശ്രീനിവാസനെ പോയതാണ് വിജയിക്കാൻ എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുകളും അസാമാന്യ ധീരതയും ആയിരിക്കണം ഇത്രയും വലിയ പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞത്. മരണം വ്യക്തിപരമായ ട്രാജഡിയായിട്ട് തന്നെ ഞാൻ കാണുന്നു. വളരെയധികം നന്ദി ശ്രീ KP കുമാരൻ. മലയാളത്തിൻ്റെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനാണ് അന്തരിച്ചത്. 69ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിന് നിന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട സംവിധായകനെന്ന നിലയിലും തിരക്കഥാകൃത്തെന്ന നിലയിലും സംവിധായകനെന്ന നിലയിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇപ്പോൾ മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 200-ലേറെ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തതും തിരക്കഥ എഴുതിയതുമായ അഭിനയിച്ചതുമായ സിനിമകളെല്ലാം മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപിടി ചിത്രങ്ങളാണ് മലയാളത്തിന് അദ്ദേഹം സമ്മാനിച്ചത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വിട പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷമായിരിക്കും 1 മണിയോടെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള ചടങ്ങുകളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ലഭിക്കേണ്ടതുണ്ട്. നിരവധി ആളുകളാണ് നടൻ ശ്രീനിവാസൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി അടക്കം തൃപ്പൂണിത്തുറയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാൽ, നിമ്മി, ഗാന്ധിനഗർ, 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ തന്നെ നിൽക്കും എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. സിനിമയ്ക്ക് പുറത്തും ഏറെ ചർച്ചയാകുന്ന ചർച്ചകളിലും ശ്രീനിവാസൻ എന്നും നിറഞ്ഞു നിന്നിട്ടുണ്ട്. പാട്ടിത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ശ്രീനിവാസൻ എന്ന നടൻ്റെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന, ഇന്നും മലയാളികളുടെ ചുണ്ടിൽ ചിരി വിടർത്തുന്ന സിനിമകളാണ് ശ്രീനിവാസൻ്റേത്. ഇപ്പോൾ റിയാസ് KMR ചേരുന്നു. റിയാസ്, മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? റിയാസ്, 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നുമാണ് ഇപ്പോൾ നടൻ ശ്രീനിവാസൻ വിട പറയുന്നത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നഷ്ടം എന്നത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്ത ഒരാളാണ് ശ്രീനിവാസൻ. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ പാട്യം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച്, അതും ശ്രീനിവാസൻ പല ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ അധ്യാപകനാണെങ്കിൽ കൂടിയും അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവം എന്ന് പറയുന്നത് സാമൂഹ്യ വിമർശനവും ആത്മവിമർശനവും ഒരുപോലെ നടത്തുക എന്നുള്ളതാണ്. ശ്രീനിവാസൻ എന്ന് മലയാളി ഓർക്കുമ്പോൾ അദ്ദേഹം സ്വയം പരിഹസിച്ചുകൊണ്ട് മലയാളിയുടെ ചില കൊള്ളരുതായ്മകളെ അദ്ദേഹം കഥാപാത്രവൽക്കരിക്കുകയും അത് നമ്മുടെ കഥാപരിസരങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ
കഥാപരിസരങ്ങളിലൂടെ മലയാളിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് സിനിമകൾ നമുക്ക് സന്ദേശം എന്ന് പറയുന്ന സിനിമ ഇന്നും പ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് സന്ദേശമൊക്കെ. ഒപ്പം തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകൾ വടക്കുന്നാഥ് കേന്ദ്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും ഒക്കെ എല്ലാ കാലത്തും പ്രസക്തമായ സിനിമകളാണ്. അങ്ങനെ ഇന്ന കാലം എന്നില്ല അദ്ദേഹത്തിൻ്റെത്. ഒരുപക്ഷെ PA ബക്കറിന്റെ മണിമുഴക്കം എന്ന സിനിമയിലൂടെ അദ്ദേഹം അഭിനയ രംഗത്തോടി മലയാള സിനിമാ രംഗത്തേക്ക് വരുന്ന സമയത്ത് പിന്നീട് അദ്ദേഹം ഒരു മലയാള സിനിമയിലെ ഏറ്റവും തിരക്കഥാ രംഗത്ത് സ്വന്തമായ ഒരു സിംഹാസനം ഉറപ്പിക്കുമെന്ന് ആരും വിശ്വസിച്ച് കാണില്ല. പക്ഷേ ശ്രീനിവാസൻ അതായിരുന്നു. ഒരുപാട് ഈ ആക്ഷേപഹാസ്യങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥയൊരുക്കി അല്ലെങ്കിൽ മലയാളിയെ വിസ്മയിപ്പിച്ച ഒരു കഥാകൃത്ത്, ഒരു തിരക്കഥാകൃത്ത് എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാം. അദ്ദേഹം ഈ ഒരു ഓടരുതമ്മാവ ആളറിയാൻ എന്ന സിനിമയ്ക്കാണ് കഥ എഴുതി തുടങ്ങിയത്. പിന്നെ ഒരുപാട് നല്ല സിനിമകൾ, നാടോടിക്കാറ്റ്, അല്ലെങ്കിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഉദയനാണെന്നാലും, കഥ പറയുമ്പോൾ, അറബിക്കഥ, അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പവിയേട്ടന്റെ മധുരസൂരൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിരുന്നു. പക്ഷെ ആ സിനിമ അധികം ആരും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അദ്ദേഹം ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല കർഷകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളത് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ശ്രീനിവാസനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അദ്ദേഹത്തെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ, ഒരു 200-ഓളം ചിത്രങ്ങൾ അഭിനയിച്ച ഒരു നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ, തിരക്കഥകൾ മലയാളത്തിന് സമ്മാനിച്ച ആളെന്ന രീതിയിലൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന സമയത്തും അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ഒരു താരപ്രഭയിൽ ജ്വലിച്ചു നിൽക്കാതെ മണ്ണിലേക്ക് ഇറങ്ങിയ ഒരു നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിച്ച ഒരു കർഷകൻ കൂടിയായിരുന്നു എന്നുള്ള ഒരു വസ്തുത പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. മാത്രമല്ല നല്ലൊരു സാമൂഹ്യ വിമർശകനായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം തീർത്ത നഷ്ടം ഒരിക്കലും അത് നമുക്ക് നികത്താൻ കഴിയില്ല. പലരുടെയും മരണത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് തീരാ നഷ്ടമാണ്, ഇത് നികത്താൻ കഴിയില്ല. പക്ഷെ ശ്രീനിവാസന്റെ കാര്യത്തിൽ അത് കൂടുതൽ അന്വർത്ഥമാവുകയാണ്. കാരണം ശ്രീനിവാസന് തുല്യം ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു ആൾ ഇനി മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മലയാളി സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. കാരണം അങ്ങനെ ഒരാൾ ഒരിക്കലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമില്ല. സാധാരണക്കാരന്റെ മനസ്സ് തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസന്റെ എന്നുള്ളത്. കാരണം സാധാരണക്കാർക്കിടയിൽ ജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരന്റെ ദുരിതം അറിയുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ യുവാക്കളുടെയൊക്കെ മനസ്സ് തൊട്ടറിഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾ. മോഹൻലാൽ എന്ന് പറയുന്ന നടനിലെ ഒരു പ്രതിഭ കൂടുതൽ അത് ഉരച്ചു നോക്കിയത് ഒരുപക്ഷെ ശ്രീനിവാസന്റെ തിരക്കഥകളും സത്യനന്ദിക്കാട് സിനിമകളും ഒക്കെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു മനോഹരമായ രീതിയിലുള്ള ഒരു തിരക്കഥാകൃത്തിനെ, അല്ലെങ്കിൽ തിരിച്ച് ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ മികച്ചൊരു അഭിനേതാവിനെ, അതിലുപരി 2 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും ആ 2 സിനിമകൾ കാലാതീതമായി ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. പുരസ്കാരങ്ങൾക്കപ്പുറം ഒരു സിനിമയിലൂടെ ഒരാൾ പുരസ്കൃതനാകുന്ന സമയത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളിലൂടെ കാലാതീതമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനിവാസൻ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശരീരം മാത്രമാണ്, അല്ലെങ്കിൽ ആത്മാവ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹം അവശേഷിപ്പിച്ച സിനിമകൾ, നല്ല തിരക്കഥകൾ, അതൊക്കെ ഇവിടെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. അതിലൂടെ ശ്രീനിവാസൻ ജീവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും റിയാസ്, നമുക്ക് പറയാൻ സാധിക്കും ഈ രാഷ്ട്രീയമായും അതുപോലെ തന്നെ സാമൂഹിക വിമർശനത്തിനെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അദ്ദേഹം വിമർശിക്കാനൊന്നും മടിക്കാത്ത, ഇടം വലം നോക്കാതെ സാമൂഹിക വിമർശനം അടക്കം അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ നടത്തിയ ഒരു അതുല്യ പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം, അല്ലേ? ഉദാഹരണത്തിന് സന്ദേശം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മാത്രം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി സന്ദേശം എന്ന് പറയുന്ന സിനിമ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും അത് ആരായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മുന്നണി ആയിക്കോട്ടെ, ആ സിനിമയിലെ
പല കഥാപാത്രങ്ങൾ, ആ കോട്ടപ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രം, അതിന്റെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആ സിനിമ, അതിന്റെ തിരക്കഥ ഇദ്ദേഹം വളരെ മനോഹരമായി രചിക്കുന്നു. അതിൽ തിലകനും ശ്രീനിവാസനും ജയറാമും സിദ്ദീഖും ഒക്കെ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് വിവിധ പാർട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നും പ്രസക്തമാണ്. കാരണം ഇപ്പോഴും ഈ ഓരോ തരം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു താത്വികാചാര്യൻ നടത്തുന്ന അവലോകനം അത് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു അവലോകനമല്ല എന്ന് പറയുന്നിടത്ത് ഇത്രയും കാലാവർത്തിയായിട്ട് ഒരു സിനിമ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ശ്രീനിവാസന്റെ തൂലികയുടെ കരുത്താണ്. ഒരുപക്ഷെ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന സംവിധായകന്റെ മികവുമുണ്ട്. അതില് പ്രഭാകരൻ എന്ന കഥാപാത്രമാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. അതെ, പ്രഭാകരൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ശ്രീനിവാസൻ വരുമ്പോ സഹോദരൻ പ്രകാശനായിട്ട് ജയറാം വരുന്നു. അങ്ങനെ ഒരു അവർക്കിടയിലുള്ള രസകരമായ തർക്കങ്ങൾ ഒക്കെ ഒരു ആക്ഷേപഹാസ്യ ചിത്രമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നും അത് ആ സിനിമ നമുക്കിടയിൽ നിറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ തിരക്കഥയുടെ കരുത്ത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊന്ന് നാടോടിക്കാറ്റാണ്. അതും ഈ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഉണ്ടായ ഒരു സിനിമയാണ്. അതായത് ഈ യുവാക്കൾ തൊഴിൽ തേടി അലയുന്ന കേരളത്തിലെ രണ്ട് യുവാക്കളുടെ ഒരു ജീവിതം. ആ സാഹചര്യത്തിൽ അന്നും ഇന്നും പ്രസക്തമാകുന്ന യുവാക്കളുടെ അവസ്ഥയാണ്. ഇപ്പോഴും അവർ തൊഴിൽ തേടി അലയുന്ന ഒരുപാട് യുവാക്കൾ നമുക്കിടയിലുണ്ട്. അവർക്കിടയിൽ ചില ആശയങ്ങൾ തോന്നുന്നുണ്ട്. ആ ആശയങ്ങളെല്ലാം തന്നെ ചില അബദ്ധങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിക്കാൻ സാധിച്ച ഒരു തിരക്കഥാകൃത്തോ നടനോ ഈ അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന് അറിയില്ല. കാരണം അത്രയധികം ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു ശ്രീനിവാസൻ, പാട്ട്യംകാരനായ ശ്രീനിവാസൻ. അദ്ദേഹം എപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം പൂണിത്തുറയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത് അദ്ദേഹം പാട്ട്യംകാരനായി അറിയപ്പെടുക എന്നുള്ളതാണ്. ഈ കണ്ണൂരിന്റെ കൂത്തുപറമ്പിന്റെ മണ്ണിലുള്ള പാട്ട്യം എന്ന് പറയുന്ന ശക്തമായ ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു ഇടത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന് സ്കൂൾ അധ്യാപകനായിരുന്നു. ആ സ്കൂൾ അധ്യാപകനായ അച്ഛന്റെ മകനായിട്ട് ജനിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം മദ്രാശിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം സിനിമ അഭിനയത്തിൽ ഡിപ്ലോമയ്ക്ക് എടുക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ സഹപാഠിയായിട്ടുണ്ടായിരുന്ന നടൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം ശിവാജി റാവു ജയ്സ്വാദ് എന്ന് പറഞ്ഞ് പിന്നീട് നമ്മളെല്ലാം വളരെയധികം താരപ്രഭയിൽ കാണുന്ന രജനീകാന്താണ്. ആ രജനീകാന്തിന്റെ സഹപാഠിയായിട്ട് അദ്ദേഹം അവിടെ പഠിക്കുന്നു. അതിനുശേഷമാണ് PM ബക്കറിന്റെ മണിമുഴക്കത്തിലൊക്കെ ഈ ശ്രീനിവാസൻ വരുന്നത്. അങ്ങനെ ഒരുപാട്. ഒപ്പം തന്നെ മേള എന്ന് പറയുന്ന സിനിമ, ആ മേള എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നന്നായി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷം ഒരുപാട് നല്ല നല്ല സിനിമകളെ, അതായത് ശ്രീനിവാസന്റെ സിനിമകളിൽ ഏതാണ് നല്ലത് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അതിനൊരു വിലയിരുത്തൽ പോലും അപ്രസക്തമാവുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ ഈ ഉദയനാട് താരമൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ചലച്ചിത്ര താരങ്ങളിലെ സൂപ്പർ താരങ്ങളുടെ ഒരു മുഖത്തേക്കുള്ള ഒരു ആക്ഷേപഹാസ്യമായി അവരെ നിർത്തിക്കൊണ്ട് തന്നെ നടത്താൻ കഴിയുന്ന നടനും അല്ലെങ്കിൽ എഴുത്തുകാരനും എന്ന് പറയുന്നത് ശ്രീനിവാസനാണ്. മമ്മൂട്ടിയെ ആയാലും മോഹൻലാലിനെ ആയാലും മലയാള സിനിമാ രംഗത്തെ മുഖത്ത് നോക്കി വിമർശിക്കാനും അവരുടെ മുഖത്ത് നോക്കി ആക്ഷേപഹാസ്യം പറയാനും സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്നത് അത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാനടനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ 69ാമത്തെ വയസ്സിൽ കടന്നു പോകുന്നത്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിന് സമ്മാനിക്കേണ്ടിയിരുന്ന നടനാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഏറെക്കാലമായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചു കാലമായി അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യമായൊന്നും പൊതുരംഗത്തും സിനിമാ രംഗത്തും സജീവമായിരുന്നില്ല. എങ്കിൽ കൂടിയും പൊതുരംഗത്ത് അദ്ദേഹം പരമാവധി എത്താൻ പറ്റുന്ന പരിപാടികളിലൊക്കെ അദ്ദേഹം എത്തുകയും ജനങ്ങൾക്കിടയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് സിനിമകൾ പറയുമ്പോൾ തന്നെ TP ബാലഗോപാലൻ MA, ഒപ്പം തന്നെ നമ്മുടെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, വെള്ളാനകളുടെ നാട്,
വരവേൽപ്പിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോഴും മലയാള സിനിമയിൽ നമുക്കറിയാം. കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് മലയാളി സമൂഹത്തിൽ ഒരു ബസ് വ്യവസായം തുടങ്ങാൻ ആഗ്രഹിച്ച അവസാനം മൊത്തം തകർന്നു പോകുന്ന ഒരാളുടെ കഥ പറഞ്ഞ് ആ വരവേൽപ്പ് എന്ന് പറയുന്ന ആ സിനിമയൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളായി മലയാളി ഇന്നും മനസ്സിൽ കാണുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയുടെ മോഹൻലാലും ഒപ്പം തന്നെ മുരളിയും ശ്രീനിവാസനും ഒക്കെ മനോഹരമായിട്ട് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ ഒരു സിനിമ. പിന്നീട് അദ്ദേഹം 1989 വടക്ക് നോക്കി യന്ത്രം സംവിധാനം ചെയ്യുന്നത്. ആ വടക്ക് നോക്കി യന്ത്രം എല്ലാ കാലത്തും പ്രസക്തമായ ഒരുപാട് നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ ഒക്കെയാണ് ശ്രീനിവാസൻ. ആ ഒരു ബഹുമുഖ പ്രതിഭയാണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. മലയാളത്തിന് എന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നഷ്ടമായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരങ്ങൾ ലഭിച്ചു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൃത്യമായൊരു അംഗീകാരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭ അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നു. ആ പ്രതിഭയെ അംഗീകരിക്കപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു മനുഷ്യൻ ഇനിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് അദ്ദേഹത്തിന്റെ മക്കൾ. വിനീത് ശ്രീനിവാസനായാലും ധ്യാൻ ശ്രീനിവാസനായാലും സിനിമാ രംഗത്ത് തങ്ങളുടേതായ ഒരു ഇടം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ശ്രീനിവാസൻ ഇനിയും ജനമനസ്സുകളിൽ ജീവിക്കും. തീർച്ചയായും റിയാസ്, മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ശ്രീനിവാസനെ അനുശോചിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ചെറിയ ലോകത്തെ വലിയ മനുഷ്യരുടെ ജീവിതവും അസാധാരണ ശൈലിയിൽ പകർത്തിയെഴുതിയ അതുല്യ കലാകാരനായിരുന്നു ശ്രീനിവാസൻ. തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയായിരുന്നു. 5 പതിറ്റാണ്ട് നീണ്ട ശ്രീനിവാസന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളോടെയാണ്. അതാണ് ശ്രീനിവാസന്റെ എഴുത്തിന്റെ ആഴവും അഭിനയത്തിന്റെ പരപ്പും. പ്രിയദർശൻ ചെയ്ത ചതിയാണ് തന്നെ തിരക്കഥാകൃത്താക്കിയതെന്ന ശ്രീനിവാസന്റെ പതിവ് ശൈലിയിൽ സരസമായി പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മലയാള സിനിമയുടെ ഭാഗ്യമായിരുന്നെന്ന് കാലം തെളിയിച്ചു. ഊതിക്കാച്ചിയെടുത്ത പൊന്നുപോലെ ശ്രീനിവാസൻ എഴുതിയതും അഭിനയിച്ച് ഫലിപ്പിച്ചതുമായ കഥാപാത്രങ്ങൾ മിക്കതും നമുക്ക് ചിരി പടർത്തിയിട്ടുള്ളതായിരുന്നു. അത്രമേൽ മലയാളി പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു. അതുവരെയുള്ള നായക സങ്കല്പത്തെ പൊളിച്ചെഴുതിയതായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കാലാവൃത്തിയാവുകയാണ്. തലയണ മന്ത്രവും വടക്ക് നോക്കിയന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയും ഒക്കെ ക്ലാസിക്കലുകൾ ആകുന്നത് അങ്ങനെയാണ്. അസാധാരണ മനക്കരുത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ശ്രീനിവാസൻ. ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ഹൃദയസ്പർശിയായി ശ്രീനിവാസൻ എഴുതി അഭിനയിച്ച് ഫലിപ്പിച്ചു. അതിൽ നഗ്നമായ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, നിസ്സഹായതയുണ്ട്, നിഷ്കളങ്കമായ സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, വെറുപ്പും പ്രതികാരവുമുണ്ട്, നെഞ്ചിൽ തറയ്ക്കുന്ന ആക്ഷേപഹാസ്യവുമുണ്ട്, നിശിതമായ വിമർശനവുമുണ്ട്, അപ്രിയ സത്യങ്ങളുമുണ്ട്. ശ്രീനിവാസൻ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് കേരള സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകിയത്. ശ്രീനിവാസൻ എഴുതിയതും പറഞ്ഞതും തിരശ്ശീലയിൽ കാണിച്ചതും ഒരു ദിവസം ഒരിക്കലെങ്കിലും ഓർക്കാത്ത മലയാളി ഉണ്ടാകില്ല. അതിൽ ദോഷാപ്രായം, ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. ഇന്നലെ തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാനും ശ്രീനിവാസനെ ഓർത്തിരുന്നു. സന്ദേശത്തിലെ വാചകങ്ങൾ ഓർത്തെടുത്തു. ശ്രീനിവാസൻ എന്ന പ്രതിഭയ്ക്ക് ബിഗ് സല്യൂട്ട് നൽകി. എറണാകുളത്ത് മടങ്ങിയെത്തുമ്പോൾ ശ്രീനിവാസനെ നേരിൽ കാണണമെന്ന് കരുതിയതാണ്. അതിന് കാത്തു നിൽക്കാതെ ശ്രീനിയേട്ടൻ പോയി. മലയാള സിനിമയിൽ ഞാൻ കണ്ട അതുല്യ പ്രതിഭയ്ക്ക്, നിഷ്കളങ്കനായ മനുഷ്യന്, മനുഷ്യസ്നേഹിക്ക്, പ്രിയ സുഹൃത്തിന് വിട എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കുവച്ചത്. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും വിട പറയുന്നത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ നിന്നുമാണ് ശ്രീനിവാസൻ വിട പറയുന്നത്. അത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും തന്നെ തീരാ നഷ്ടമാണ്
എന്ന് പറയാൻ സാധിക്കും. മലയാളികളുടെ ജീവിതത്തെ തൊട്ട് ഉണർത്തിയ സിനിമകൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നർമ്മം ചാലിച്ച പല സിനിമകളും ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനം. മലയാളികളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ശ്രീനിവാസൻ. 200-ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ വേമ്പൊടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് സവിശേഷമായ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റും നാടോടിക്കാറ്റും ടി.പി. ബാലഗോപാലൻ എം.എയും സന്ദേശവും വടക്കുനോക്കി കേന്ദ്രവും തലയണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത സിനിമ തന്നെയാണ്. 5 തവണ അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി കേന്ദ്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇടം വലം നോക്കാതെ തന്നെ സാമൂഹ്യ വിമർശനം അടക്കം നടത്താൻ കഴിയുന്ന ഒരു പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കതിരൂർ ഗവൺമെൻറ് സ്കൂളിലും പഠിച്ചു. ഇപ്പോൾ ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യൻ അന്തിക്കാട്. എല്ലാ കാലത്തും ബുദ്ധിയും മനസ്സും ഷാർപ്പായി ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നയാളാണ് ശ്രീനിവാസൻ എന്നും 2 ആഴ്ച കൂടുമ്പോൾ പോയി കാണുമായിരുന്നുവെന്നും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളിനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദേശം വളരെ വീണ്ടും ഇത് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. ഏറെ വൈകാരികമായ പ്രതികരണം തന്നെയാണ് സംവിധായകനായ സത്യൻ അന്തിക്കാട് നടത്തിയത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാടുള്ള വീട്ടുവളപ്പിലാണ് ശ്രീനിവാസന്റെ സംസ്കാരം നടക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടനാടുള്ള വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകൻ രഞ്ജി പണിക്കർ മാധ്യമങ്ങളെ കാണുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ 10 മണിക്ക് മറ്റ് മരണാനന്തര ചടങ്ങുകൾ, സംസ്കാരം എന്നിവ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ വരുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തുണ്ട്. ഏതൊരു പരിപാടിക്ക് ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് ഇവിടുത്തെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൗൺ ഹാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാം. ടൗൺ ഹാൾ 1 മണി മുതൽ 3 മണി വരെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആളുകൾ വന്ന് കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പോൾ. പരമാവധി ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്താനാണ്, അതായിരിക്കും സൗകര്യം. കാരണം ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, പിന്നെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടൗൺ ഹാളിൽ പൊതുദർശന വേളയിൽ എത്തുന്നതായിരിക്കും സൗകര്യം. ഓക്കെ. സംവിധായകൻ രഞ്ജി പണിക്കറിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. നാളെ 10 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. 10 മണിയോടെ കണ്ടനാടുള്ള വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. ഇന്ന് 1 മണി മുതൽ 3 മണി വരെ
ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും എന്നതാണ്. അതിനുശേഷം കണ്ടനാട്ടിലുള്ള വീട്ടിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. നാളെ 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ് വിട പറഞ്ഞിരിക്കുന്നത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ ഒരു തിരശീല വീഴുന്നത്. മലയാളികൾ എന്നും ഓർത്തെടുക്കുന്ന ഒരു പിടി മലയാള സിനിമകൾ സമ്മാനിച്ചതിന് ശേഷമാണ് അതുല്യ പ്രതിഭ വിടവാങ്ങുന്നത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ഇപ്പോൾ തിരശീല വീണിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് പൂന്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 48 വർഷത്തെ നീണ്ട സിനിമാ ജീവിതത്തിൽ 200-ലധികം സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്ത് സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാതെ സിനിമയിലേക്ക് എത്തിയൊരു വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ. മലയാള സിനിമയിൽ നാഴികക്കല്ലായ ഒരു പിടി നല്ല നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. മനസ്സുള്ളവർക്ക് സമാധാനം. ടി.പി. ബാലഗോപാലൻ എം.എ, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്,
നാടോടിക്കാറ്റ്, തലയണമന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം, തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുമ്പേ, അഴകിയ രാവണൻ ഇങ്ങനെ തുടങ്ങി ഒരു പിടി നല്ല നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ വരെ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും മൃതദേഹത്തിന് അരികിലായ മകനും ഭാര്യയും ഒക്കെ ഇരിപ്പുണ്ട്. സിനിമാരംഗത്തെ എല്ലാ പ്രമുഖരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തികൾ വരെ ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഈ ഒരു വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ VD സതീശൻ ശ്രീനിവാസൻ ഒരു അതുല്യ പ്രതിഭയാണെന്നും കാലത്തിന് മുൻപേ നടന്ന ഒരു കലാകാരനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ദേശീയ നിലവാരത്തിൽ സിനിമകളെടുത്ത ഒരു പ്രതിഭ തന്നെയാണ് ശ്രീനിവാസൻ. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും ശ്രീനിവാസന്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ വീണ്ടും കാണണമെന്നൊന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിയോഗ വാർത്ത കേൾക്കേണ്ടി വന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. അഭിനയം, തിരക്കഥ, സംവിധാനം എന്നീ മേഖലകളിൽ 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ തിളങ്ങി നിന്ന ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് നടൻ ശ്രീനിവാസൻ. അതുപോലെ തന്നെ ശ്രീനിവാസന്റെ വിയോഗത്തിൽ സംവിധായകൻ സത്യൻ അന്തിക്കാടും പ്രതികരിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കൊരിക്കൽ പോയി അദ്ദേഹം ശ്രീനിവാസനെ കാണുമായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. സംസാരിച്ച് ശ്രീനിവാസനെ ചാർജ് ചെയ്യാനൊക്കെ ശ്രമിക്കുമായിരുന്നു. പഴയ ആ ഒരു ഊർജം വീണ്ടെടുക്കാനൊക്കെ താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ സംവിധായകൻ സത്യൻ അന്തിക്കാട് പറയുന്നുണ്ട്. അത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നും ബുദ്ധിമുട്ടും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീനിവാസനെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. 5 പതിറ്റാണ്ട് നീണ്ട ശ്രീനിവാസന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളോടെയാണ്. അതാണ് ശ്രീനിവാസന്റെ എഴുത്തിൻ്റെ ആഴവും അഭിനയത്തിൻ്റെ പരപ്പും. പ്രിയദർശൻ ചെയ്ത ചതിയാണ് തന്നെ തിരക്കഥാകൃത്താക്കിയെന്ന് ശ്രീനിവാസൻ പതിവ് ശൈലിയിൽ സരസമായി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മലയാള സിനിമയുടെ ഭാഗ്യമാണെന്ന് കാലം തെളിയിച്ചു. ഇതിന് ഉദാഹരണമായി അദ്ദേഹം ധാരാളം സിനിമകളും സംവിധാനം ചെയ്യുകയും തിരക്കഥ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മികച്ച കഥാപാത്രങ്ങളെ തന്നെ മലയാളിക്ക് സമ്മാനിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 1977 PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ബക്കറുടെയും അരവിന്ദൻ്റെയും KG ജോർജിൻ്റേതും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം തൻ്റെ അഭിനയ മികവും തെളിയിച്ചിട്ടുണ്ട്. പഞ്ചവടി പാലത്തിലും വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ എന്നിവയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്താണ് അദ്ദേഹം തിരക്കഥ രചനയിലേക്കും കടന്നത്. പൂച്ചയ്ക്കൊരു മൂക്കുത്തി ആദ്യ തിരക്കഥ. KMR ചേരുന്നുണ്ട്. റിയാസ്, 48 വർഷത്തെ ഒരു സിനിമാ ജീവിതത്തിൽ 200-ലധികം സിനിമകൾ ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ഇപ്പോൾ മലയാള സിനിമയോട് വിട പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ നഷ്ടം തന്നെയല്ലേ?
വലിയ നഷ്ടം എന്ന ഒരു വാക്കിൽ മാത്രം നമുക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരാളല്ല ശ്രീനിവാസൻ എന്ന് പറയുന്ന കലാകാരൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിലും വലിയൊരു വാക്കുണ്ടോ എങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് കരുതുകയാണ്. കാരണം തീരാ നഷ്ടം എന്ന നമ്മളത് ഉപയോഗിച്ച് ഒരു പക്ഷെ ക്ലീഷയായിപ്പോയൊരു വാക്കാണ്. അതിനും അപ്പുറമാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്ന ശ്രീനിവാസൻ പിന്നീട് തിരക്കഥാകൃത്തായി മാറുകയും അതിനിടയിൽ സിനിമകൾ സംവിധാനം ചെയ്യുകയും അതൊക്കെ മലയാളിയുടെ ജീവിത പരിസരങ്ങളിലെ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകളിലെ ഒരു ആക്ഷേപഹാസ്യമായി ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. മലയാളി ഈ ഭരണകർത്താക്കളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ഉന്നതരെന്ന് പറയപ്പെടുന്ന ആളുകളോടൊക്കെ പറയാൻ കരുതിയിരുന്ന വാക്കുകൾ പലതും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളിലൂടെ ശ്രീനിവാസൻ മലയാളിക്ക് വേണ്ടി പറഞ്ഞു എന്നതാണ് സത്യം. ഈ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളായാലും അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച കഥാപാത്രങ്ങളായാലും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ തന്നെ അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു രീതിയിലുള്ള സിനിമകൾ തന്നെയാണ്. ഉദാഹരണത്തിന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ്. അതിൽ മോഹൻലാലും ശ്രീനിവാസനും സീമയും ഒക്കെ ആയിട്ട് പോകുന്ന അതിൽ ഈ ജോലി കിട്ടാൻ വേണ്ടി ഒരു ഗോർക്കയുടെ വേഷമണിയുന്ന ഒരു യുവാവായിട്ട് മോഹൻലാൽ വരുന്നു. അവിടെ നടക്കുന്ന പല സംഭവ വികാസങ്ങൾ, അതിന്റെ തുടർച്ച, ആ ഒരു സിനിമയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് വേഷവും ജീവിക്കാൻ വേണ്ടി കിട്ടുക എന്ന് പറയുന്ന യുവാക്കളുടെ ഒക്കെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായിരുന്നു അന്നത്തെ ആ സിനിമ എന്നുള്ളത്. അന്നും ഇന്നും പ്രസക്തമായ ഒട്ടനവധി സിനിമകളുണ്ട്. കേരളത്തിന്റെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഗംഭീരമായി നിർവഹിച്ച ഒരു ചിത്രമാണ് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ. അതും ഈ പറയുന്ന പോലെ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് എന്ന് പറയുന്ന മലയാളിക്ക് മലയാളിയുടെ ഹൃദയവികാരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയ സിനിമകളാണ്. ഒപ്പം തന്നെ ഈ അതിന്റെ തുടർച്ചയായിട്ട് വന്ന സിനിമകൾ പട്ടണപ്രവേശമായാലും അക്കരെ അക്കരയായാലും ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യുന്ന രണ്ട് യുവാക്കളുടെ ആ ഒരു ജീവിത പരിസരം, അവര് പിന്നീട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അറബ് നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ അന്നത്തെ യുവാക്കൾ അനുഭവിച്ചിരുന്ന ഒരു വസ്തുതയാണ്. ഇന്നും അത് പ്രസക്തമാണ് എന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അന്നും ഇന്നും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ സന്ദേശം സിനിമ. സന്ദേശം സിനിമ അത് കാലാതിവർത്തിയാണ്. ഏത് കാലത്ത് ആ സിനിമ ഇറങ്ങിയോ ആ സിനിമ തീർച്ചയായിട്ടും അത് ആ കാലഘട്ടത്തിന്റെ സിനിമയായിട്ടാണ് സന്ദേശത്തെ കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ആ ചിത്രം അന്നും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ഇനി നാളെ ഇറങ്ങിയാൽ നാളെയും അത് പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 4K അറ്റ്മോസ്ഫിയറിൽ ഒക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം സന്ദേശം സിനിമ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അത്രയധികം കാലാതിവർത്തിയായ ഒരു സിനിമയെ അടയാളപ്പെടുത്താൻ ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലികയുടെ കരുത്താണ്, അദ്ദേഹത്തിന്റെ രചനയുടെ കരുത്താണ്. ഒരുപക്ഷെ ഇത്രയധികം കാമ്പുള്ള രചനകൾ നടത്തിയ അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന ഒരു രചനകൾ നടത്തിയ എഴുത്തുകാർ സിനിമാ രംഗത്ത് അത്യപൂർവമാണ്. കലാസൃഷ്ടികൾ എന്നതിനപ്പുറത്തേക്ക് പലരുടെയും സിനിമകളും രചനകളും മഹത്തായിരിക്കുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ വിമർശനം എന്ന രീതിയിൽ ഒരു സിനിമയെ കാണുകയും അത് കൃത്യമായ സന്ദേശം ഈ പൊതുസമൂഹത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു അടയാളപ്പെടുത്തലുകൾ പലപ്പോഴും നടത്തിയത് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ രചനയിൽ ഇറങ്ങിയ സിനിമകളാണ്. പിന്നീട് അദ്ദേഹം ഈ സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരേ സമയം വാണിജ്യ വിജയവും ഒപ്പം തന്നെ ഈ നിരൂപകരുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റിയ ഒരു സിനിമയാണ് ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ. കഥ പറയുമ്പോൾ സംവിധാനം ചെയ്തത് ശ്രീനിവാസന്റെ ഭാര്യ സഹോദരൻ കൂടിയായിട്ടുള്ള M. മോഹനാണ്. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു കുടുംബ ചിത്രം, അവരുടെ കുടുംബം തന്നെ സംവിധാനം ചെയ്ത മുകേഷിനോടൊപ്പം ശ്രീനിവാസൻ തന്നെ നിർമ്മാതാവിന്റെ റോളും ശ്രീനിവാസൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില സിനിമകൾ, വളരെ ചുരുക്കം ചില സിനിമകൾ ശ്രീനിവാസൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ആ കഥാപാത്രങ്ങൾ ഈ അടുത്ത് നടൻ മമ്മൂട്ടി തന്നെ മമ്മൂട്ടി എന്ന് ആദ്യമായി വിളിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇന്നയാളാണ് എന്ന് മലയാള മനോരമയുടെ ഫോർട്ടൂസ് വേദിയിൽ വെച്ച് അദ്ദേഹം മമ്മൂട്ടി പറയുമ്പോൾ പലരും അതിനെ കണ്ടത് കഥ പറയുമ്പോൾ സിനിമയിൽ ബാർബർ ബാലനും മമ്മൂട്ടി അവതരിപ്പിച്ച അശോക് രാജ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ കഥാപാത്രവും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ
ആ ഒരു അതേ ഒരു ജീവിതത്തിലൊരു യഥാർത്ഥ സൃഷ്ടിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊരു യഥാർത്ഥ ചിത്രമായിട്ടാണ് മമ്മൂട്ടിയുടെ അന്നത്തെ ആ ഒരു വെളിപ്പെടുത്തലിനെ പലരും പറഞ്ഞത്. എന്നെ ആദ്യമായിട്ട് മമ്മൂട്ടി, എടാ നിന്റെ പേര് മമ്മൂട്ടിയാണല്ലോടാ എന്ന് പറഞ്ഞ ഇന്നയാളാണ് എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞത് ശ്രീനിവാസൻ രചിച്ച ബാബർ ബാലന്റെയും ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാർ അശോക് രാജിന്റെയും ആ സിനിമയുടെ ആ കഥ പറയുമ്പോൾ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സ് രംഗത്തിന് സമാനമായ രീതിയാണ് എന്നാണ് പലരും പറഞ്ഞത്. അങ്ങനെ ഓരോ സിനിമയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചത്. നേരത്തെ പറഞ്ഞ സന്ദേശം സിനിമയ്ക്ക് ആണ് അത് ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ശ്രീനിവാസനെ തേടി എത്തുന്നത്. അത് അന്ന് മികച്ച കഥയ്ക്കായിരുന്നു സന്ദേശത്തിന് ചലച്ചിത്ര അവാർഡ് കിട്ടിയത് 1991. പിന്നീട് മഴയത്ത് മുൻപ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് 1995 അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള 98. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് മികച്ച ചിത്രത്തിനുള്ള വടക്കുനോക്കി യന്ത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 98 ചിന്താവിഷ്ടയായ ശ്യാമളയും ലഭിക്കുന്നുണ്ട്. അപ്പം തകരച്ചെണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന്റെ ജോഡിയുടെ പ്രത്യേക പരാമർശം 2006 ലഭിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ സംവിധാനം ചെയ്യുകയും ഒപ്പം തന്നെ ഒരുപാടല്ല 2 സിനിമകൾ, അതായത് വിരലിനാവുന്ന നല്ല 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും ഒരുപാട് നല്ല തിരക്കഥകൾ മലയാളത്തിന് സമ്മാനിക്കുകയും 200ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത ഒരു സർഗധനനായ ബഹുമുഖ പ്രതിഭ അദ്ദേഹം ഇന്ന് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ കഥകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർഗസൃഷ്ടികളിലൂടെ, അദ്ദേഹത്തിന്റെ തിരക്കഥകളിലൂടെ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ശ്രീനിവാസൻ നമുക്കിടയിൽ എക്കാലവും ജീവിക്കും. അതുതന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസൻ്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഈ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് നടൻ മുകേഷ് പ്രതികരിച്ചിട്ടുണ്ട്. 43 വർഷത്തെ ദൃഢമായ സൗഹൃദമാണ് ശ്രീനിവാസനുമായി തനിക്കുണ്ടായിരുന്നതെന്ന് നടൻ മുകേഷ് പറഞ്ഞു. സിനിമയുടെയും തിരക്കഥയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആളായിരുന്നെന്നും സൗഹൃദം ഒന്നും നോക്കാതെ പറയാനുള്ളത് വെട്ടി തുറന്ന് പറയുമായിരുന്നു എന്നൊക്കെയാണ് മുകേഷ് പറയുന്നത്. ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഒരു 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു, ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരിക്കൽ പോലും ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രസിദ്ധമാണ്. നോൺ സ്റ്റോപ്പ് ചിരിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പോലെ തന്നെ, സർക്കാസം പോലെ തന്നെ അദ്ദേഹം ചിരിക്കുന്നതും അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. നടൻ മുകേഷ് ശ്രീനിവാസന്റെ വിയോഗത്തിൽ പ്രതികരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ CV ബാലകൃഷ്ണനും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നടനും അഭിനേതാവ് എന്നതിനപ്പുറം സാമൂഹ്യ വിമർശകനായും രാഷ്ട്രീയ വിമർശകനായും സമൂഹത്തിൽ സജീവമായി എന്നതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പറയുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ അദ്ദേഹം എന്നും വെട്ടിത്തുറന്ന് പറയുമായിരുന്നു. വളരെ മൂർച്ചയുള്ളതും അതേസമയം ആളുകളെ ആസ്വദിപ്പിക്കുന്നതുമായ സംഭാഷണങ്ങൾ എഴുതാനുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളെ പ്രധാനമായി അവതരിപ്പിക്കുകയും അതേസമയം ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങൾ പറയുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നും CV ബാലകൃഷ്ണൻ അനുസ്മരിച്ചു. മൂർച്ചയുള്ളതും അതേസമയത്ത് ആളുകൾക്ക് ആസ്വാദ്യവുമാകുന്ന സംഭാഷണം എഴുതാനുള്ള അസാധാരണമായിട്ടുള്ളൊരു കഴിവ് ശ്രീനിവാസനുണ്ടായിരുന്നു. എപ്പോഴും ശ്രീനിവാസനും ഈ പ്രമേയങ്ങൾ എടുത്തിരുന്നത് ഒരു കഥയല്ല, ഇവിടെ ഒരു നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെ ബന്ധിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് അദ്ദേഹം സിനിമയിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് തൻ്റെതായ രീതിയിൽ വളരെ നർമ്മല സമ്പ്രദായമായിട്ടുള്ള രീതിയിൽ വെള്ളാനകളുടെ നാട് എന്നതുപോലെയൊക്കെയുള്ള സിനിമകൾ വളരെ നർമ്മല സമ്പ്രദായമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്തു. അതേസമയത്ത് തന്നെ അത് ഗൗരവമായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം ഇന്ന് മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ഈ ഏവർക്കും സ്വീകാര്യനാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. ഒപ്പം തന്നെ ഈ തൻ്റെ അഭിപ്രായങ്ങൾ അധികം വെട്ടിത്തുറന്ന് പറയുകയാണ്. വെറും സിനിമ നടനിലോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൽ നിന്നോ മാറി നിൽക്കുകയല്ല, സമൂഹത്തിൽ വളരെ സജീവമായിട്ട് ഒരു സാമൂഹിക വിമർശകനായിട്ട്, രാഷ്ട്രീയ വിമർശകനായിട്ട് നിന്നു എന്നുള്ളതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനും എത്തിച്ചേർന്നിട്ടുണ്ടെന്നൊരു വാർത്ത വരുന്നുണ്ട്. മമ്മൂട്ടി ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കപ്പം ബനീഷ് ചേരുന്നുണ്ട്. ബനീഷ്, മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസന്റെ ഈ ഒരു വിയോഗം. ശ്രീനിവാസനെ സംബന്ധിച്ചിട്ട് മലയാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളിക്ക് സ്വന്തം വീടിന്റെ അയൽപ്പക്കത്തുള്ള സ്വന്തം വേലിക്കെട്ടിന്റെയോ അതിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു